യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ ശാലോം പ്രേക്ഷകരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ യേശുവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. യേശു ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ നന്മകൾ നമ്മുടെ മേൽ ചൊരിയാൻ പോകുകയാണ്. ഉറപ്പാണ് ഇന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ആമേൻ. ഈ അടുത്ത നാളിൽ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന ഒരമ്മ ഒത്തിരിയേറെ വേദനയോടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ അമ്മയ്ക്ക് 2 പെൺമക്കളുണ്ട്, ഒരു മകനുമുണ്ട്, ഭർത്താവുണ്ട്. നല്ല കുടുംബമായിരുന്നു. പക്ഷെ ഭർത്താവ് മദ്യപാനത്തിന് അടിമയാണ്. കൂട്ടുകെട്ടുകൾ വേണ്ടവണ്ണം ഉത്തരവാദിത്വത്തോടെ കുടുംബം അന്വേഷിക്കുന്നില്ല. കാലങ്ങൾ കടന്നുപോയി. കുടുംബം സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരിയേറെ താണുപോയി. ഈ മകൻ ഒത്തിരിയേറെ തിന്മയുടെ വഴികളിൽ ദൈവത്തെ മറന്നു ജീവിച്ചു. അതിൻ്റെ തകർച്ച മുഴുവൻ ആ കുടുംബം പിന്നീട് അനുഭവിക്കേണ്ടി വരികയാണ്. ഒരു പിതാവിൻ്റെ ദുർനടപടികൾ, തെറ്റായ ജീവിതം, അതിൻ്റെ പരിണിത ഫലമെണ്ണം ആ അമ്മയുടെ മകൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ തെറ്റായ ജീവിത വഴികളിലേക്ക് പോയി. തെറ്റായ കൂട്ടുകെട്ടിലേക്ക്, മദ്യപാനം, ഡ്രഗ്സ്, തെറ്റായ ബന്ധങ്ങളിലൂടെയൊക്കെ ആ ചെറുപ്പക്കാരൻ കടന്നുപോയി. ആ മകൻ്റെ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവൻ കൂടുതൽ കണ്ടത് അവൻ ഏറ്റവും അധികം മാതൃകയായി തീരേണ്ട പിതാവിൻ്റെ തെറ്റായ ജീവിതമായിരുന്നു. മക്കള് വളരെ കുഞ്ഞുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെയാണ് കാണുന്നത്. അവരുടെ ജീവിത ശൈലികളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് മക്കളുടെ മനസ്സിൽ പതിയുന്നത്. കുടുംബം ഗാർഹിക സഭയാണ്. മക്കളുടെ നല്ല വളർച്ചയ്ക്ക്, നേരായ വഴിക്ക് അവരെ കൊണ്ടുപോകണമെങ്കിൽ മാതാപിതാക്കന്മാരുടെ വിശുദ്ധ ജീവിതം
വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ അമ്മ കണ്ണുനീരോടെ പറയുക, 22 വയസ്സുള്ള എൻ്റെ മകൻ ഇപ്പോൾ 40ഓളം വയസ്സുള്ള ഒരു സ്ത്രീയോടൊപ്പമാണ് ജീവിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി, അവർക്ക് 2-3 പിള്ളേരുണ്ട്. മോശമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ എൻ്റെ മകൻ 3 വർഷക്കാലമായിട്ട് ജീവിക്കുക. വല്ലപ്പോഴും അവൻ വീട്ടിലേക്ക് വരാറുണ്ട്, അല്ലാതെ വീടുമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല. അമ്മയുടെ കണ്ണുനീരിന് അവന് ഒരു വിലയും കൊടുക്കാറില്ല. അപ്പൻ്റെ വഴിക്ക് ജീവിക്കുന്നു. നോക്കുക, ഒരു കുടുംബം തകർന്നതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ കുറവുകൾ, ദുർനടപടികൾ കാരണമായിട്ട് മാറുകയാണ്. മാതാപിതാക്കന്മാർ ഒത്തിരിയേറെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ വചനങ്ങൾ, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. മക്കൾ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ, തോന്നിവാസ വഴികൾ ജീവിക്കുമ്പോൾ അവരെ ശാസിക്കണം, അവരെ നിലയ്ക്കു നിർത്തണം. മാതാപിതാക്കൾ കുട്ടികളുടെ തോന്നിവാസ ജീവിതത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുവാനായിട്ട് പാടില്ല. ഇക്കാര്യത്തിൽ മാതാപിതാക്കന്മാർ കുറച്ചുകൂടെ തീഷ്ണതയുള്ളവരായിട്ട് മാറണം. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രനിൽ നീ ആനന്ദിക്കരുത്. ഒരുപക്ഷെ നിന്റെ മകന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നന്നായിട്ട് പഠിക്കും, നല്ല ജോലിയുണ്ട്, നല്ല വേലയുണ്ട്, ഉയരങ്ങളില, ദൈവവിശ്വാസമില്ല. അങ്ങനെയുള്ള മക്കളിൽ നീ ആനന്ദിക്കരുത്. ദൈവ വിശ്വാസമില്ലാത്ത മക്കളിൽ മാതാപിതാക്കന്മാർ ആനന്ദിക്കുവാൻ പാടില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവ ഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട. നിനക്ക് കൂടുതൽ മക്കൾ കാണും, ആൺമക്കളുണ്ടാവാം. ദൈവത്തെ ഭയമില്ല, തോന്നിവാസ ജീവിതം, അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും ഏതു തിന്മയുടെ പ്രവർത്തനത്തിലും മക്കൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ ഓർത്ത് നീ അഭിമാനിക്കണ്ട. ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത നമ്മൾ അഭിമാനിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത്. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. ദൈവ ഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചപ്പെട്ടവനാണ്. ദൈവ ഭയമുള്ളവനാണ് ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളവൻ. ദൈവ ഭയമില്ലാത്തവൻ അവൻ ജീവിതത്തിൽ വലിയ തകർച്ചകളെ നേരിടേണ്ടി വരും. ദൈവത്തെ മറന്നു ജീവിക്കുന്നവർ, ലോകത്തിൻ്റെ വഴികളിൽ ജീവിച്ചു കടന്നു പോകുന്ന യുവാക്കന്മാരും യുവതികളും ഓർത്തുകൊള്ളുക, വലിയ തകർച്ചകളെ, വലിയ വിപത്തുകളെ നിങ്ങൾ നേരിടേണ്ട ഒരു സമയം വരുന്നുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ചതാണ് നിന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചയുടെയും കാരണം. ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം മക്കളില്ലാതെ ജീവിക്കുന്നതാണ്. മക്കളുണ്ടോ, അവരെ പ്രാർത്ഥനയിൽ, ദൈവഭയത്തിൽ, ദൈവവിശ്വാസത്തിൽ മാതാപിതാക്കന്മാർക്ക് വളർത്തിക്കൊണ്ടുവരാൻ കടമയുണ്ട്, കടപ്പാടുണ്ട്. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നേ പറ്റൂ. മക്കളുടെ ഇഷ്ടമനുസരിച്ചല്ല നമ്മൾ പോകേണ്ടത്. മാതാപിതാക്കന്മാർ ജ്ഞാനത്തോടെ, വിവേകത്തോടെ മക്കളെ നയിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒത്തിരിയേറെ ഹൃദയത്തിൽ
സന്തോഷം തോന്നിയ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. 2-3 മാസം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, അവളും അവളുടെ ആങ്ങളെയും ധ്യാനത്തിന് വന്നതാണ്. നല്ല പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടികൾ. അവള് ഡിഗ്രിക്ക് പഠിക്കുന്നു. അവിടെ ആങ്ങള ഒന്നും പഠിക്കുന്നില്ല. അവന് ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തെ പോറ്റുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്, അവൻ്റെ പിതാവ് 2 വർഷം മുൻപ് ശരീരം തളർന്നുപോയി കിടപ്പിലായി. അതോടെ ആ കുടുംബം കഷ്ടതയിലും ദാരിദ്ര്യത്തിലേക്കും ആയിത്തീർന്നു. അപ്പൻ കിടപ്പിലായി, അമ്മയുണ്ട്. അമ്മ ജീവിതത്തിൽ ഒരിക്കലും കൂലിപ്പണിക്കോ മറ്റു പണികൾക്കോ പോയിട്ടില്ല. ഈ മകൻ തൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പണിക്കിറങ്ങി. ആ ചെറുപ്പക്കാരന് ആ കുടുംബത്തെ ഇന്ന് പോറ്റുന്നത്. അവൻ മദ്യപാനിയല്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, സ്വന്തം സഹോദരിയെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. 22 വയസ്സ് പ്രായം. അവൻ പറയുന്നു, ഞാൻ ഇന്ന് ജീവിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും എൻ്റെ സഹോദരിക്കും വേണ്ടിയാണ്. നോക്കുക, എത്ര മനോഹരമാണിത്. കാരണം അവൻ്റെ ചെറുപ്രായം മുതൽ അവൻ കണ്ടു വളർന്നത് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ. അവൻ്റെ അപ്പൻ ഒത്തിരിയേറെ നല്ല ഒരു വ്യക്തിയായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, പണിയെടുക്കുന്ന, കുടുംബം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ പിതാവിൻ്റെ ശരീരത്തിന് തളർച്ച ആ കുടുംബത്തെ ഒത്തിരിയേറെ മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞുവെങ്കിലും ഈ 22 വയസ്സുകാരൻ ഇന്ന് കഠിനാധ്വാനം ചെയ്ത് ആ കുടുംബത്തെ പോറ്റുന്നു. ഒരേ ഒരു സഹോദരിയെ അവൾ വിദ്യാഭ്യാസം ചെയ്യിക്കുകയാണ്. അവൾ നന്നായിട്ട് പഠിക്കും. അവൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതി ഒരു ജോലി വാങ്ങി കുടുംബത്തിന് സഹായം ചെയ്യണം, കുടുംബത്തെ ആശ്വസിപ്പിക്കണം. അതാണ് ആ പെൺകുട്ടിയുടെ ആഗ്രഹം. നോക്കുക, എത്ര മനോഹരമാണ്, എത്ര നല്ലൊരു കുടുംബം. ഒരു കുടുംബത്തിൽ മക്കൾ നന്നായിട്ട് വരിക, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കുന്ന മക്കൾ, ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തെ തേടുന്ന മക്കൾ, അത് ഒത്തിരിയേറെ സന്തോഷപ്രദമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവർക്ക് പണമുണ്ടാക്കി കൊടുത്തിട്ടോ ഉന്നത വിദ്യാഭ്യാസം കൊടുത്തിട്ടോ കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അവർക്ക് കൊടുക്കണം. പക്ഷേ മക്കളെ ദൈവഭയത്തിൽ വളർത്തുവാനായിട്ട് നമ്മൾ കൂടുതൽ ഉത്സാഹം കാട്ടണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. ഒരു പിതാവ് അല്ലെ ഒരു അമ്മ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ വഴക്ക് പറയും, ചിലപ്പോൾ അടി കൊടുത്തെന്ന് വരും. അത് ചെയ്യണം. മക്കളെ നേർവഴിക്ക് നടത്തുവാൻ ശാസന ആവശ്യമുണ്ട്. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ ശിക്ഷണത്തിൽ മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടുവരണം. മാതാപിതാക്കന്മാർ തന്നെ മക്കളുടെ മുൻപിൽ മാതൃകയായിട്ട് മാറുകയും വേണം. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. മകനെ നമ്മൾ ശിക്ഷണത്തിൽ വളർത്തിയാൽ ആ മകൻ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറും. ആ മകൻ മൂലം നമ്മുടെ കുടുംബത്തിന് വലിയ നന്മ ഉണ്ടാകുകയും ചെയ്യും. സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവന് അഭിമാനിക്കാം. മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഒരപ്പനും അമ്മയും അഭിമാനിക്കാൻ സാധിക്കണം.
മക്കളെ നല്ല സ്വഭാവത്തിൽ വളർത്തുക, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, മക്കളെ നേർവഴിക്കാട്ട് നയിക്കുക. ജ്ഞാനത്തിലും വിശുദ്ധിയിലും നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ. ഇത് മാതാപിതാക്കന്മാരുടെ ഉള്ളിലെ നല്ലൊരു തീരുമാനമായിട്ട് മാറണം. നമ്മൾ മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്, മക്കൾ നന്നായിട്ട് ജീവിക്കണം, നന്നായിട്ട് വരണമെന്നൊക്കെയാണ്. അതിന് നമ്മൾ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം പോരാ, മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ നിലനിൽക്കത്തില്ല, പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ തകർന്നു പോകും. ദൈവത്തിൽ ആശ്രയിക്കാത്ത യുവാക്കന്മാർ തകർന്നു പോകും. ഈ അടുത്ത നാളിൽ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു മകൾ, അവൾ പഠിച്ചത് ബാംഗ്ലൂരിലാണ്, അവൾക്കിപ്പോൾ അവിടെ ജോലിയുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ അവിടെ ശരീരം പാപത്തിനായിട്ട് പങ്കുവെച്ചു. പാപത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, ജഡത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അവൾ ശരീരം പങ്കുവെച്ചു. അതോടൊപ്പം അവൾ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കും. നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. പക്ഷേ അവളുടെ സുഹൃത്തുക്കൾ പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട്. അവരുടെ ഉള്ളിൽ കടന്നിരിക്കുന്ന ഒരു ചിന്ത ഇതാണ്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖം അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ സുഖം തേടി സ്വന്തം ശരീരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമായ പരിശുദ്ധ ശരീരത്തെ ലൈംഗികതയുടെ സുഖത്തിനു വേണ്ടി പാപത്തിന് വിട്ടുകൊടുക്കുക. 24-കാരിയായ ആ മകൾ മദ്യപിക്കും. ആ മകൾ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ശരീരം പങ്കുവെച്ചു കൊടുക്കും. ഇതൊരു കെട്ടുകഥയല്ല, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ പറഞ്ഞതിലും വലിയ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ മക്കൾ കൈവിട്ടു പോകുക. പാശ്ചാത്യ ലോകത്തിൻ്റെ തിന്മയുടെ കടന്നുകയറ്റം, ലോക സുഖങ്ങളുടെ പിന്നാലെയുള്ള മനുഷ്യരുടെ ഓട്ടം, എവിടെ തിരിഞ്ഞാലും പാപത്തിൻ്റെ സാധ്യതകൾ നമ്മൾ കാണുകയാണ്. എവിടെ തിരിഞ്ഞാലും തിന്മ ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ആര് പാപസുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നോ അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ട്. നമ്മൾ ഒത്തിരിയേറെ ജാഗ്രത കാണിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. ധാരാളം കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ധാരാളം കുഞ്ഞുങ്ങൾ തിന്മയുടെ അടിമത്തത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഒരമ്മ എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. ആ അമ്മയുടെ മകൻ നല്ല പയ്യനായിരുന്നു. അവന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മുതിർന്ന കുട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ട് തെറ്റായ വഴിയിലായി. അവന് മയക്കുമരുന്നിൻ്റെ അടിമയായി തീർന്നു, ഡ്രഗ്സിന് അടിമയായി, കഞ്ചാവിന് അടിമയായി. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട അവനെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പഠനം തുടരുമ്പോൾ വീണ്ടും ഇതേ കാര്യങ്ങൾ അവൻ ആവർത്തിച്ചു. പിന്നീട് കഞ്ചാവ് വിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട് അവൻ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ടായി. നോക്കുക, അവനെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരുടെ സങ്കടം. സ്വന്തം മകൻ്റെ തകർച്ചയോർത്ത് വേദനിക്കുന്ന, നെഞ്ചുപൊട്ടി കരയുന്ന ഒരമ്മ എൻ്റെ മുൻപിൽ നിന്ന് ആ അമ്മ ഹൃദയം നൊന്ത് കരയുക, മകൻ്റെ ഈ അവസ്ഥയോർത്തുകൊണ്ട്. ഇതുപോലെ എത്രയോ അമ്മമാര് കരയുന്നു, എത്രയോ അമ്മമാര് വേദനിക്കുന്നു. ഒരിക്കൽ
ഒരു പിതാവ് പറഞ്ഞ അനുഭവമാണ്. ഓമനിച്ചു വളർത്തിയ മകൻ മയക്കുമരുന്നിന് അടിമയായിട്ട് തീർന്നു. അവസാനം മയക്കുമരുന്നിൻ്റെ കൂട്ടത്തിൽപ്പെട്ട് കൂട്ടുകാരോടൊപ്പം ജീവിച്ച് ബൈക്ക് യാത്രയിൽ അപകടമുണ്ടായി മകൻ മരിച്ചു. ഒരു പിതാവിൻ്റെ ഹൃദയത്തിലെ നീറുന്ന വേദനയാ. മയക്കുമരുന്നിന് അടിമയായ മകൻ വാഹന അപകടത്തിൽ മരിക്കുകയാണ്. അപ്പനത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം 3 മക്കളുണ്ടായിരുന്നു. ഏറ്റവും അധികം ഓമനിച്ചു വളർത്തിയ മകൻ, മൂത്ത മകൻ, അവൻ്റെ ഈ ദാരുണമായ മരണമോർത്ത് സങ്കടത്തോടെ കരയുന്ന ഒരു പിതാവ്. ഈ വചനം കേൾക്കുന്ന യുവാക്കന്മാരെ, നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കുണ്ട്. അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ നിങ്ങൾ കണ്ണുനീരിലാഴ്ത്തരുത്, അവരെ ഒരിക്കലും നിങ്ങൾ അവരുടെ മനസ്സിനെ തകർക്കുന്ന പ്രവൃത്തികളിലേക്ക് പോകുവാനായിട്ട് പാടില്ല. യുവാക്കന്മാർ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ ഉൾപ്പെടരുത്. മദ്യത്തിൻ്റെ ലഹരി, മയക്കുമരുന്നിൻ്റെ ലഹരി, സ്ത്രീ സുഖത്തിൻ്റെ ലഹരി, ലോകത്തിൻ്റെ മുഖങ്ങളിലേക്ക് യുവാക്കന്മാരെ നിങ്ങൾ പോകരുത്. ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്ക് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കളുടെ സ്വപ്നത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ തന്ന മാതാപിതാക്കന്മാരെ നിങ്ങൾ തകർത്ത് കളയരുത്. അവരെ നിങ്ങൾ ഒരിക്കലും കണ്ണുനീരിലാഴ്ത്തരുത്. ഓരോ അപ്പനും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്. അവരത്രമാത്രം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു, യാതന സഹിക്കുന്നു. മക്കളെ പഠിപ്പിക്കാനൊക്കെ ലോൺ എടുത്ത കുടുംബങ്ങളിലെ അപ്പന്മാരൊക്കെ എന്തേരെയാണ് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. ഈ അടുത്ത നാളിൽ എന്നെടുക്ക പ്രാർത്ഥിക്കാൻ വന്ന ഒരു അപ്പനും അമ്മയും പറയുകയാണ്, മകനെ വിദേശത്ത് അയച്ചാ പഠിപ്പിച്ചത്, UK വീടും സ്ഥലവുമൊക്കെ ഈട് വെച്ച് പണമെടുത്ത് മകനെ പഠിപ്പിച്ചു. ഇപ്പോൾ വീടും സ്ഥലമെല്ലാം ജപ്തിയിൽ ആയിരിക്കുകയാണ്. ഇതൊക്കെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്നെയാണ്. യുവാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ആ മുഖത്തേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കഷ്ടതകളും വേദനകളും അവർ സഹിക്കുന്ന ത്യാഗങ്ങളും ഒന്ന് കാണുക. ഒരിക്കലും അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. യുവാക്കന്മാർ ഒരിക്കലും വഴിതെറ്റിപ്പോകരുത്. നിങ്ങൾ കുടുംബത്തിന്, ദേശത്തിന്, രാജ്യത്തിന് അനുഗ്രഹമായിട്ട് മാറേണ്ടവരാ. പ്രഭാഷകൻ 30:7 മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തണം. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. വളരെ ബാല്യപ്രായത്തിൽ തന്നെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾ ഒത്തിരി ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഏറെ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളൊക്കെ ഒത്തിരിയേറെ നല്ലവരാകട്ടെ. അവരൊക്കെ വളർന്നു വരുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അവരോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നശിച്ചു പോവില്ല. സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ, മക്കൾ വഴിതെറ്റിപ്പോയതോർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങൾ മനസ്സ് തകർന്നു പോകരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ പാപവഴി ഉപേക്ഷിച്ച്, തിന്മ ഉപേക്ഷിച്ച് ഉറപ്പായിട്ടും തിരിച്ചു വരും. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് യുവാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. കർത്താവായ യേശുവേ, എല്ലാ യുവാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് അടിമകളായ യുവാക്കന്മാർ, ലഹരിക്ക് അടിമകളായ യുവാക്കന്മാർ, മയക്കുമരുന്നിന് അടിമകളായ യുവാക്കന്മാരെ അതിൽ നിന്ന് രക്ഷിക്കണമേ.
പാപത്തിൻ്റെ സുഖം തേടി പണത്തിനു വേണ്ടിയൊക്കെ സ്വന്തം ശരീരത്തെ പങ്കുവയ്ക്കുന്ന യുവതികളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴിതെറ്റ് ജീവിതം നയിക്കുന്ന എല്ലാ യുവതിയുവാക്കന്മാരോടും അങ്ങ് കരുണ കാണിക്കണമേ. സ്വർഗം തുറക്കണമേ. യുവതിയുവാക്കന്മാരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ജോയൽ 2:28 അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. കർത്താവേ, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ നൽകണമേ. യുവാക്കന്മാർക്ക് പ്രവചനങ്ങൾ നൽകണമേ. വെളിപാടുകൾ നൽകണമേ. കർത്താവേ, അനേകം യുവാക്കന്മാരെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. പേര് മേരിക്കുട്ടി, പെരുവന്താനം. ജനുവരിയിൽ എനിക്ക് അലർജിയുടെ അസുഖം വന്നു. എന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ട് കുറയാഞ്ഞിട്ട് ആയുർവേദം ചെയ്തപ്പം വിഷമാണെന്നും പറഞ്ഞ് വിഷത്തിനുള്ള ചികിത്സ ചെയ്ത് ദേഹം മൊത്തം അങ്ങ് വ്രണം പോലെയായി മൊത്തം. എന്നിട്ട് നടക്കാൻ മേലെന്നായിപ്പോയി. 26 ഞാൻ 10-20 ദിവസം കിടന്നായിരുന്നു, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത്. സൗഖ്യം പറഞ്ഞത് രാവിലെ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ട് പോകും. അനിയത്തി വന്ന് ഭക്ഷണം തരും, അങ്ങനെയായിരുന്നു. എന്നിട്ട് അനിയത്തി ഉച്ചയായപ്പം വന്നപ്പോഴത്തേക്കും എനിക്ക് മിണ്ടാൻ ഭയങ്കര വിഷമോ. അപ്പോൾ എന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി ഓടിച്ചെന്ന് അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അമ്മച്ചി വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മച്ചി ഭയങ്കര കാർച്ച. എനിക്ക് എന്നാന്ന് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ശരീരം മൊത്തം നീര് വന്നങ്ങ് ഭയങ്കരമായിട്ട് കട്ടിലേന്ന് ഇങ്ങനെ പുറത്ത് പോകുന്ന പോലെയായി. അപ്പം അമ്മച്ചി പറഞ്ഞു, പ്രാർത്ഥനാ സഹായം നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് എരുമേലിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതുപോലെ ബ്രദർ ഇപ്പം വരും, സാവു ബ്രദർ 10 മിനിറ്റിനുള്ളിൽ വരും, വന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ എൻ്റെ ഫോണിലേക്ക് തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് എൻ്റെ തലയെ കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എൻ്റെ തലയെ കൈവച്ച് അമ്മച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാണേലും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ നീര് അത് പഴയ പടിയായി അങ്ങനെ കുറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ധ്യാനം കൂടാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം അടുപ്പിച്ച് ഇവിടെ ധ്യാനം വന്നുകൂടി. ആ ധ്യാനം വന്നുകൂടി എൻ്റെ ശരീരത്തെ അല്പം പോലും ഇല്ലാതെ സുഖപ്പെട്ടു. എനിക്ക് സൂചിക്ക് കുത്താനിടയില്ല. ഇല്ലാത്ത എവിടെയാന്ന് ചോദിച്ചാൽ കൈക്കകത്തും മുഖത്തും ചെവിയിലും മാത്രം ഇല്ലായിരുന്നു, ബാക്കി മൊത്തം അത് തീർത്തു മാറി. ഇനിയിപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു